നമസ്കാരം. ഞാൻ ഹേമാസുതി. ഞാനൊരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വന്നതാണ്. എൻ്റെ യൂട്യൂബ് ചാനൽ ഹേമാസുതി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട് എനിക്ക്. അത് മോണിറ്റൈസേഷനായി. അത് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനും സന്തോഷം പങ്കുവയ്ക്കാനും പിന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും ഹെൽപ്പാണ് എന്നെ ഇതുവരെ എത്തിച്ചത്. ഇനിയും തുടർന്ന് നിങ്ങളുടെ ഹെൽപ്പും സഹകരണം ഉണ്ടാവണം എന്നും ഞാൻ പറയുന്നു. പിന്നെ മോണിറ്റൈസേഷൻ ആവാൻ ഞാൻ കുറേ ഇതായി. എനിക്ക് 6000 വാച്ച് അവറായിട്ട് സബ്സ്ക്രൈബറെ കിട്ടാണ്ട് ഞാൻ കുറേ ഇതായി. ഒരു 3 മാസത്തോളം ഞാൻ ഒരു 500-600-ൽ നിന്ന് സബ്സ്ക്രൈബർ. പിന്നെ നോക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഇങ്ങനെ എല്ലാവരുടെയും പ്ലാറ്റ്ഫോം, യൂട്യൂബ് വലിയ പ്ലാറ്റ്ഫോം അല്ലേ, അവിടെ എല്ലാവരുടെ അടുത്തും പോയി സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അവർ തിരിച്ചു വന്ന് ചെയ്യുന്നു. അതേപോലെ തന്നെയാണ് ഉണ്ടായി. എനിക്ക് ഒരു മാസം കൊണ്ട് ഞാൻ 500ഓളം സബ്സ്ക്രൈബറെ കവർ ചെയ്തു. എനിക്ക് അത്രയ്ക്കധികം വന്നു. ഇപ്പോൾ 1200 ആയി. 1200 ആയി. എനിക്ക് യൂട്യൂബ് ലെറ്റർ അയച്ചു, ഇങ്ങനെ മോണിറ്റൈസേഷൻ ടൈമായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചെങ്കിൽ, നിങ്ങൾ എല്ലാവരുടെയും യൂട്യൂബ് ചാനലിൽ പോകണം, കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അവർ നമുക്ക് തിരിച്ചു വരും. അവർ നമ്മൾക്ക് തിരിച്ചു വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യും, സപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു വിജയം കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ചെയ്യണം. പിന്നെ പോയിട്ടൊരു ഷോർട്സ് കണ്ട് കമൻ്റ് ഇട്ട് തിരിച്ച് ഓടിപ്പോരരുത്. അവരൊരു വീഡിയോ, ഒരു ചെറിയൊരു വീഡിയോ എങ്കിലും 3 മിനിറ്റുള്ള ഒരു വീഡിയോ എങ്കിലും കണ്ട് നിങ്ങളതിൽ കമൻ്റ് ഇടണം. അല്ലാതെ ഒരു 1 മിനിറ്റിൻ്റെ ഷോർട്സിൽ നിങ്ങൾ കമൻ്റ് ഇട്ട് ചിലവർ കമൻ്റ് ഇട്ട് ഓടിപ്പോവും, ഷോർട്സ് കാണും കൂടിയില്ല. അങ്ങനെയായാൽ നമുക്കത് സബ്സ്ക്രിപ്ഷനിൽ വരുന്നില്ല. കാരണം നമുക്ക് രാത്രി നമ്മൾ നോക്കുമ്പോൾ 215, 210 എന്നൊക്കെ ഉള്ളത് പിറ്റേ ദിവസം കാലത്ത് നോക്കുമ്പോഴേക്കും അത് 200 ആയിരുന്നു. കാരണം അത്രയും പോകുകയാണ്. ആളുകൾ വരുന്നുണ്ട് നമുക്ക്, പക്ഷെ അവർക്ക് അറിയാതെയാണോ എന്താണോ എന്നറിയില്ല. നിങ്ങൾ ഒരിക്കലും ഷോർട്സ് കണ്ട് കമൻ്റ് ഇട്ടിട്ട് അതിൽ നിർത്തരുത്. ഒരു ചെറിയൊരു വീഡിയോ എങ്കിലും കാണണം, കമൻ്റ് ഇട്ടണം. എന്നാലേ നമുക്കത് ഉപകാരപ്പെടുള്ളൂ. പിന്നെ അതുമല്ല, അത് കഴിഞ്ഞാലും നിങ്ങൾ അവരുടെ ചാനലിൽ പോകണം, അവരെ നമ്മളുടെ ചാനലിലേക്ക് വരുത്തണം. അങ്ങനെയായാൽ നമുക്ക് ഇത് നമുക്ക് വിജയിക്കാൻ പറ്റും. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാവരും വീഡിയോ എടുക്കേണ്ടത്. ഇതൊക്കെ നമുക്കറിയാലോ. ഇത് നല്ല പണിയുണ്ട്. ഓരോന്നും നോക്കി ജാഗ്രതയോടെ കൂടെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചാനലേ പോകും. അങ്ങനെയാണ് യൂട്യൂബ്. അപ്പോൾ അതിന് ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ലതുപോലെ സഹകരിച്ച് നീങ്ങിയാൽ നമുക്ക് വിജയിക്കാം, എല്ലാവർക്കും വിജയിക്കാം. പിന്നെ ഷോർട്സ് ഇടുമ്പോൾ പാട്ടുകൾ ഇടാതിരിക്കുന്നതാണ് നല്ലത്. എൻ്റെ കുറേ ഷോർട്സ് എനിക്ക് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വന്നു. അതുമല്ല, ഷോർട്സിനൊന്നും എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടിയില്ല. അതൊക്കെ പാട്ട് കോപ്പിറൈറ്റൊക്കെ കളഞ്ഞിരുന്നു, എന്നാലും അത് പറ്റില്ല എന്നാണ് കാണുന്നത്. അപ്പോൾ ഷോർട്സിൽ പാട്ടൊന്നും ഇടണ്ട. കഴിയുന്നതും അവരവർ തന്നെ സംസാരിക്കുക. അല്ലെങ്കിൽ വല്ല ലൈറ്റ് മ്യൂസിക് യൂട്യൂബിൽ തന്നെ കിട്ടും, ചാനലിൽ പോയി അവർ ഇത് ചെയ്യുന്ന മ്യൂസിക് അത് മാത്രം ഇടുക. അല്ലെങ്കിൽ നമ്മൾ ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആകും. അതും കൂടി നിങ്ങളോട് ഞാൻ പറയുന്നു കേട്ടോ. എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി. ഒരിക്കൽ കൂടിയും എല്ലാവരും ഇനിയും എന്നെ ഹെൽപ്പ് ചെയ്യണം, വരണം, വീഡിയോകളിൽ വന്ന് കമൻ്റ് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ വീഡിയോ. ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്ത ഒരു അനിയന സ്ഥാനം എന്ന് പറയാം, ഒരു വിനോദ് മണിമല എന്ന് പറഞ്ഞൊരു എൻ്റെ ഓൺലൈനിൽ സുഹൃത്താണ്. ആ പയ്യനാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിരുന്നത്. എന്ത് ഡൗട്ട് വന്നാലും എൻ്റെ അടുത്ത് ചോദിച്ചോളൂ ചേച്ചിന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴേ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അതുപോലെ ഒരു ഫ്രണ്ട് നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് തന്നെ പറയാം. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയില്ല. അറിയാത്തത് ചോദിച്ച് മനസ്സിലാക്കി തന്ന് യൂട്യൂബിൽ ബ്ലോക്കൊന്നും വരാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ ചാനലിനെ കൊണ്ടുപോകാനൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ആ കുട്ടി. ഈ അവസരത്തിൽ ആ കുട്ടിയും കൂടി ഞാൻ നന്ദി പറയുന്നു. വിനോദേ, താങ്ക്സ്, ഒരുപാട് താങ്ക്സ്. ആദ്യമായിട്ടാണ് ലൈവിൽ എൻ്റെ മുഖം കാണിച്ച് ഞാൻ ലൈവിൽ വരുന്നത്. എനിക്കറിയില്ല ക്യാമറയുടെ മുന്നിൽ, എന്നാലും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരികയാണ്. എൻ്റെ ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കാനാണ് നിങ്ങളുടെ അടുത്ത് വന്നത്. താങ്ക് യു.